ഇത്തവണ കറക്റ്റ് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കി തുടങ്ങാനുള്ള ടൈം കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ കാർ പോർച്ചിൽ ഒരു ബ്ലാക്ക് ടാർപ്പായ പോലത്തെ ഷീറ്റ് വിരിച്ചിട്ട് കുറച്ച് സിമൻറ്റ് കട്ടകൾ വെച്ച് ഒരു ഹൈറ്റ് ഉണ്ടാക്കിയെടുത്തു. ആ ഹൈറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളവിടെ മൊത്തം അറക്കപ്പൊടി വിതറി നിരത്തിയെടുത്തത്. എന്നിട്ട് നമ്മൾ നമ്മുടെ പുൽക്കൂടുണ്ടല്ലോ, ക്രിബ്, അതിൽ പുതിയ ഉണ്ണീഷോ പുല്ല് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് ലെവലപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് ലൈറ്റും കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് നമ്മൾ ആ ഹൈറ്റിലോട്ട് കൊണ്ടുവച്ചു. എന്നിട്ടാണ് നമ്മുടെ മെയിൻ പണി വരുന്നത്. അതായത് ഈ അറക്കപ്പൊടി വിതറിയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് അടിപൊളിയായിട്ട് എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ റാൻഡം പുല്ലുകൾ പറിച്ചു വെച്ചു. പ്ലസ് ഇതിനോട് ചേർന്ന്, അതായത് നമ്മുടെ ക്രിബിനോട് ചേർന്ന് ഒരു ഗുഹ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ ടാർപ്പായ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, ആ ബ്ലാക്ക് ടാർപ്പായ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഗുഹ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ പുല്ലും അതിനോട് ചേർന്ന് കുഞ്ഞു കുഞ്ഞി ചെടികളും അങ്ങനത്തെ സംഗതികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൈവ്ലി ആയിട്ടെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇനി നമ്മൾ അവിടെ വേലി കെട്ടുകയാണ് കേട്ടോ. അതായത് ഈ വേലിയൊക്കെ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേലിയാണ്. അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് വെക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പെട്ടിയിൽ കാണുന്ന രൂപങ്ങളെല്ലാം പണ്ട് മുതലേ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ പുൽക്കൂട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ പുതിയത് നോക്കിയിട്ട്, പുതിയത് നല്ലത് മാത്രമാണ് നമ്മൾ വെക്കാറുള്ളൂ. അപ്പോൾ ആട്ടിടയന്മാരെയും പശുവിനെയും എല്ലാം നമ്മളവിടെ പ്ലേസ് ചെയ്തു. നമ്മൾ പുൽക്കൂടിനകത്തായിട്ട് ഉണ്ണീശോനെയും മാതാവിനെയും യോസേപ്പിതാവിനെയും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉണ്ണീശോനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 11:55 ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ ഉണ്ണീശോനെ പ്ലേസ് ചെയ്തത്. ഇനി നമ്മൾ ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ടൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. കാരണം ഒരു ദിവസം രാവിലെ മുതൽ നമ്മളെടുത്ത പണിയാണല്ലോ. ഇതെല്ലാം പ്ലേസ്മെൻറ്റ്സും എല്ലാം ലൈറ്റ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ രസത്തിൽ, കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞോളൂ കേട്ടോ.